ശ്രീ IC ബാലകൃഷ്ണൻ. സർ, ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നിരവധി പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അനിൽകുമാർ MLA സൂചിപ്പിച്ചതുപോലെ പല ആസ്പത്രികൾ അത് നിഷേധിക്കപ്പെടുകയാണ്. കാരണം അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് കേരളത്തിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇൻഷുറൻസ് പദ്ധതിയുള്ള ഹോസ്പിറ്റലുകളിൽ 1500ഓളം കോടി രൂപ ഗവൺമെൻറ് കുടിശ്ശിക കൊടുക്കാനുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ പ്രശ്നം പരിഹരിക്കാൻ അങ്ങ് നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, ഞാൻ പറഞ്ഞു 4 വർഷം 7708 കോടി രൂപ സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ട്. അതിൽ ധനവകുപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും 92 കോടി രൂപ, അതിൽ നമുക്കിനി ശേഷിക്കുന്ന കുടിശ്ശിക ഓരോ വർഷവും നൽകിയാണ് ധനവകുപ്പ് പോകുന്നത്. കഴിഞ്ഞ ദിവസവും 92 കോടി രൂപ നൽകിയിട്ടുണ്ട്. ശേഷിക്കുന്ന തുക ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയത് നൽകിക്കൊണ്ട് പോവുകയാണ്. സാർ, ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മാനന്തവാടിയിൽ നൂൽപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ വന്നിരുന്നു. സാർ, അദ്ദേഹം അവിടെ കുറിച്ചു വെച്ചിട്ട് പോയൊരു കുറിപ്പുണ്ട്. സാർ, അദ്ദേഹം പറഞ്ഞത് മഴ എൻ്റെ ഇവിടേക്കുള്ള സന്ദർശനത്തെ മുടക്കിയില്ല എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളിലും ഞാൻ സംതൃപ്തമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അംഗം ഒപ്പം ഞാൻ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. സാർ, ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഒരാളും രോഗത്തിൻ്റെ മുന്നിൽ നിസ്സഹായരായി പോകാൻ പാടില്ല. സാർ.